ചുമമരുന്ന് ചുമ്മാതെ കഴിക്കാനുള്ളതാണോ? ഈ അടുത്തിടെ രാജസ്ഥാനില് ചുമയുടെ സിറപ്പ് കഴിച്ചതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ മരണപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കഫ് സിറപ്പില് ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന കെമിക്കൽ അളവിൽ കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുട്ടികളുടെ മരണം സംഭവിച്ചത്. കുട്ടികൾക്ക് കൊടുക്കുന്ന കഫ് സിറപ്പിൽ പോലും എന്തുകൊണ്ടാണ് ഇത്രയും അലക്ഷ്യമായിട്ട് കെമിക്കൽസ് ചേർക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? എന്നാൽ കുട്ടികൾ കഴിക്കുന്ന കഫ് സിറപ്പിൽ മാത്രമല്ല, പ്രായമായവർ കഴിക്കുന്ന കഫ് സിറപ്പുകളിലും പലപ്പോഴും സെഡേഷൻ നമ്മൾ കാണാറുണ്ട്. പ്രായം ഏതായാലും മരുന്ന് നന്നായാലും ആയുർവേദ ചുമമരുന്നുകൾ ശരീരത്തിന് ഹാനികരമാകാതെ രോഗമുക്തി നൽകുന്നവയാണ്. ആയുഷ് മന്ത്രാലയത്തിന്റെ മാനദണ്ഡ പ്രകാരം 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചുമമരുന്നുകൾ നിർമ്മിക്കുന്നത്. രക്ഷിതാക്കള് കുട്ടികൾക്ക് ചുമ വരുമ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും ഒരു കഫ് സിറപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഒരു അംഗീകൃത ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിൽ കൃത്യമായ സമയത്ത് കുട്ടികൾക്ക് മരുന്നുകൾ നൽകുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല.